കാസർഗോഡ് എരിഞ്ഞിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ 3 കുട്ടികൾ മുങ്ങി മരിച്ചു. സഹോദരങ്ങളുടെ മക്കളായ സ്കൂൾ വിദ്യാർത്ഥികളാണ് മരിച്ചത്. എരിഞ്ഞിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ യാസിൻ, സമദ്, റിയാസ് എന്നീ കുട്ടികളാണ് മുങ്ങി മരിച്ചത്. പയസിനിപ്പുഴയിൽ എരഞ്ഞിപ്പുഴ പാലത്തിനടുത്ത് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. റിയാസിന്റെ ഉമ്മ റംലയ്ക്കൊപ്പം പുഴയിൽ കുളിക്കാനെത്തിയതായിരുന്നു സഹോദരന്മാരുടെ മക്കളായ യാസിനും സമദും. റിയാസ് വെള്ളത്തിൽ മുങ്ങിയപ്പോൾ റംല ആദ്യം രക്ഷപ്പെടുത്താൻ പുഴയിലേക്ക് ചാടി. നീന്തലറിയാവുന്ന മറ്റു 2 കുട്ടികളും ഇവർക്കൊപ്പം ചാടിയെങ്കിലും ഇവരും വെള്ളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു. റംലയുടെ കരച്ചിൽ കേട്ട് നാട്ടുകാർ ഓടിയെത്തി ഇവരെ കരക്കെത്തിച്ചു. തുടർന്ന് റിയാസിനെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അഗ്നിരക്ഷാസേനയുടെ സ്കൂബ സംഘവും പോലീസും നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തി. പിന്നീട് നടത്തിയ തെരച്ചിലിൽ യാസിന്റെയും സമദിന്റെയും മൃതദേഹം കണ്ടെത്തി. അപകടമറിഞ്ഞ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സ്ഥലത്തെത്തി. ഇത് ചെറിയൊരു ശ്രദ്ധ ഇപ്പോൾ ഇവിടെ ഉണ്ടായില്ലെങ്കിലും സ്വയം സ്വീകരിക്കുന്നു കൂടിയില്ല എങ്കിൽ ഇതെല്ലാം തന്നെ ആവേശവും സന്തോഷവും കൂട്ടായ്മയിലും ഉണ്ടാകുമ്പോൾ ഇങ്ങനെ യാദൃച്ഛികമാണ്. സംഭവങ്ങൾ കൊണ്ട് യാദൃച്ഛികമാണ്. ഇത്തരം അപകടങ്ങൾ കുറയ്ക്കാൻ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമെന്നും പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം രൂപീകരിക്കുമെന്നും ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു. നമുക്ക് ഇതുമാതിരിയുള്ള പോയിന്റുകൾ നമുക്ക് കണ്ടെത്തി അവിടെ ബോർഡ് സ്ഥാപിക്കണം. അവിടെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ തന്നെ ഉണ്ടാക്കാനും കൂടി ഒരു സ്റ്റെപ്സ് നമ്മൾ തീർച്ചയായിട്ടും എടുക്കാം. നാടൊന്നാകെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയപ്പോൾ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സ്ഥലത്തെത്തി. കൈരളി ന്യൂസ്, കാസർഗോഡ്.